ഈ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ പേഷ്യൻസിന് എപ്പോഴും കുറേ കൺസേൺസും കുറേ ഡൗട്ട്സും കുറേ ക്വരീസ് ഉണ്ടാവും ആക്ച്വലി. ഓരോരോ ക്ലിനിക്കിൽ അവർ പോകുമ്പോൾ ഓരോരോ ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത്. ചില പേഷ്യൻസിന് PRP സജസ്റ്റ് ചെയ്ത് കാണും. ആ സെയിം പേഷ്യൻറ്റ് വേറെ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ GFCs പറഞ്ഞ് കാണും. ഇപ്പോൾ എക്സോസോംസ് ഒക്കെ കുറേ ഉള്ളത് കൊണ്ട് മുടീന് വേണ്ടി എക്സോസോംസ് പേഷ്യൻസ് ചോദിച്ച് വരാറ്. അപ്പോൾ ഈ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റീസൺ, മുടികൊഴിച്ചിലിന് ഒരു എന്താണ് റീസൺ നമുക്ക് നോക്കണം. അതിന് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചില ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസാണ്. അതില്ലാത്ത ഒരു ഫാമിലി ഹിസ്റ്ററി പാരമ്പര്യമായിട്ട് അവർക്കൊരു മുടിക്കൊഴിച്ചിൽ അല്ലെങ്കിൽ കഷണ്ടി പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ചിലർ ആക്ച്വലി ഒരു മേജർ സർജറിയോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമായിരിക്കും. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ടിലോജിൻ എഫ്ലൂവൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ ആകുമ്പോൾ 6 മാസത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മുടിക്കൊഴിച്ചിലുള്ളത് നോർമലായിട്ട് തന്നെ തന്നെ റെഡ്യൂസ് ആവാറുണ്ട്. ചില പേഷ്യൻസിനൊക്കെ ഒരു സിമ്പിൾ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മൾട്ടി വൈറ്റമിൻസിനൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം തന്നെ ചില പേഷ്യൻസിന് വരാറേ ഇല്ല.